അല്ല സാറേ, പല സ്പോക്കൺ ഇംഗ്ലീഷ് സെൻ്ററുകളിലും ഈ ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറയുന്നത് ശരിയാണോ? ഇതെല്ലാവർക്കും ഉള്ള സംശയമാണ് ശരിക്ക്, മനസ്സിലാണ്ടോ? പക്ഷേ പല സെൻറ്ററുകളും ഗ്രാമർ ഇല്ലാതെ കുട്ടികളെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അത് ഒരിക്കലും ശരിയല്ല. കാരണം എന്താ അറിയോ, ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു ബേസ് ഉള്ള ആളുകളാണ് ഇംഗ്ലീഷിൽ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഞാൻ പോയി എന്ന് പറയണമെങ്കിൽ ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ പോയി എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഐ വെൻറ്റ് എന്നാണ് പറയാം. ആ സമയത്ത് നമ്മൾ ഐ വിൽ ഗോ, ഞാൻ പോകും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കൃത്യമായിട്ട് പഠിക്കാനാണ്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതായത് ഞാനിപ്പോൾ പോകുകയാണ് എന്നുള്ളതിന് ഐ ആം ഗോയിങ് എന്നുള്ളതും, ഞാൻ പോകുകയായിരുന്നു എന്നുള്ളതിന് ഐ വാസ് ഗോയിങ് എന്നുള്ളതും, ഞാൻ പോകുകയായിരിക്കും എന്നുള്ളതിന് ഐ വിൽ ബി ഗോയിങ് എന്നുള്ളതും, ഞാൻ പോകാറുണ്ട് എന്നുള്ളതിന് ഐ ഗോ എന്നുള്ളതും, ഞാൻ പോയി എന്നുള്ളതിന് ഐ വെന്റ് എന്നുള്ളതും, ഞാൻ പോകും എന്നുള്ളതിന് ഐ വിൽ ഗോ എന്നുള്ളതും പറയണം. മനസ്സിലാണ്ടോ? ഇംഗ്ലീഷ് സംസാരിക്കുന്നത് തെറ്റും. കുട്ടികൾ തെറ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതേ ആവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇംഗ്ലീഷ് തെറ്റുകൂടാതെ സംസാരിക്കണമെങ്കിൽ ഗ്രാമർ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ച് തെറ്റുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമ്മളെ കോട്ടക്കൽ ഡിസൈൻ ടു പ്രിന്റ് ഇംഗ്ലീഷ് അക്കാഡമിയിലൂടെ നേടാം. കഴിഞ്ഞ വെക്കേഷനിൽ നമ്മുടെ കോളേജിൽ പഠിച്ച എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് തെറ്റുകൂടാതെ സംസാരിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് ഗ്രാമറോട് കൂടി തെറ്റുകൂടാതെ സംസാരിക്കണമെങ്കിൽ നമ്മുടെ കോളേജിൽ ജോയിൻ ചെയ്യുക. കുറഞ്ഞ അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക.